വചനപുസ്തകം 6-ാം അധ്യായം 28-ാം വാക്യത്തിനകത്ത് വരുമ്പോൾ ഡാനിയൽ ചാപ്റ്റർ 6. അപ്പം ദാനിയലിൻ്റെ പുസ്തകം 6-ാം അധ്യായം ദാനിയലിനെ കുറിച്ച് കൊണ്ടുവന്ന സിംഹക്കൂട്ടിനകത്തിടുന്ന ഒരു ഭാഗമാണ്. ദാനിയൽ രാജാവ് പറഞ്ഞ കൽപ്പന പാലിക്കാതെ പോയി. എന്തുമായിരുന്നു രാജാവിൻ്റെ കൽപ്പന? രാജാവല്ലാതെ വേറെ ഒരു ദൈവമില്ല, രാജാവിനെ ദൈവമായിട്ട് കാണുന്നത്. എന്നിട്ട് രാജാവിനെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കുക, അങ്ങനെ കുറേ കൽപ്പനകളായിരുന്നു അവിടെ കൊണ്ടുവന്നത്. പക്ഷേ ദാനിയൽ എന്ത് ചെയ്ത്? ദാനിയൽ വിഷയം വന്നപ്പം ദാനിയൽ ഒന്നും കൂടെ കൂടുതൽ പ്രാർത്ഥിച്ചതുപോലെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദാനിയൽ ചെയ്തത് തന്നെ തുടർന്നു എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ദാനിയൽ 3 നേരം യെരുശലേം ദേവാലയത്തിൻ്റെ വശത്തോട്ട് നോക്കി ജനലിൻ്റെ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന ഒട്ടും കുറച്ചില്ല, ഇച്ചിരിയും കൂടെ കൂടുതൽ പ്രാർത്ഥിക്കാൻ പോയില്ല. ദാനിയൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ദാനിയൽ നല്ല പ്രാർത്ഥനാക്കാരനായിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. ദാനിയൽ പ്രാർത്ഥിച്ചത് തന്നെ ദാനിയൽ ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. അതേപോലെ അപ്പോൾ ആൾക്കാർ വന്ന്, എതിരാളികൾ വന്ന് ഡാനിയലിനെ പിടിച്ചു. ഒടുവിൽ ദാനിയലിനെ കൊല്ലാനായിട്ട് വിധിച്ചു. മരണം എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഹത്തിൻ്റെ കുഴിയിൽ കൊണ്ടിട്ട മരണം, നമുക്കതറിയാം. അപ്പം ദാനിയലിൻ്റെ 6-നകത്ത് വന്നപ്പം അതിൻ്റെ 28-ാം വാക്യമാണ് എന്നെ അവിടെ ചിന്തിപ്പിച്ച ഒരു കാര്യം. വചനം പറയുന്നു, അങ്ങനെ ദാനിയൽ ദാരിയസ് രാജാവിൻ്റെ കാലത്തും സൈറസ് രാജാവിൻ്റെ കാലത്തും ഖോരേശ് രാജാവിൻ്റെ കാലത്തും വർദ്ധിച്ചു വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ വർദ്ധിച്ച് വന്നതെങ്ങനെ എന്ന് ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. വചനം അത് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ദാനിയൽ വർദ്ധിച്ചതെന്ന്. ദാനിയൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് ദാനിയൽ ചെയ്തു. ദാനിയൽ ആരാധിച്ച സത്യദൈവം അല്ലെങ്കിൽ യഹോവയായ ദൈവം പറയുന്ന കൽപ്പനകൾ പാലിച്ചു. മനുഷ്യരെന്ത് പറഞ്ഞു, രാജ്യത്ത് എന്ത് നടക്കുന്നു, ഇതൊന്നും ദാനിയലിനെ ബാധിച്ചില്ല. ഇതൊന്നും ദാനിയൽ ചിന്തിക്കാനേ പോയില്ല. ദാനിയൽ ചെയ്തുകൊണ്ടിരുന്ന ദാനിയലിൻ്റെ ആരാധന ദാനിയൽ മുടക്കിയില്ല, പ്രാർത്ഥന കുറച്ചില്ല. കൂട്ടുകാർ വന്നെന്ന് പറഞ്ഞോ, ജോലിയുടെ പൊസിഷൻ കൂടിയെന്ന് പറഞ്ഞോ, ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നു അല്ലെങ്കിൽ പ്രതിസന്ധി ഇല്ലാത്തത് കൊണ്ടോ പ്രാർത്ഥന കുറച്ചില്ല, പ്രാർത്ഥന മാറ്റിയില്ല. ദാനിയൽ എങ്ങനെ ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ ആ ബന്ധം ദാനിയൽ തുടർന്നുകൊണ്ടേയിരുന്നു. വചനം പറയുന്നു, ദാനിയലിനെ കൊണ്ടുവന്ന് സിംഹക്കുഴിക്കകത്തിട്ടു. എന്നിട്ട് രാജാവിന് ഇഷ്ടമില്ലായിരുന്നു ദാനിയലിനെ വിട്ടുകൊടുക്കാൻ സിംഹക്കുഴിക്കകത്ത്. രാജാവ് ഏത് വിധമൊക്കെ നോക്കി, പക്ഷെ ഒരു രക്ഷയുമില്ലായിരുന്നു. 16-ാം വാക്യം ഡാനിയലിൻ്റെ പുസ്തകം 6-16 ഇങ്ങനെ പറയുന്നു, സോ അറ്റ് ലാസ്റ്റ് the king gave orders for Daniel to be arrested and thrown into the den of lions. The king said to him, may your God whom you serve so faithfully rescue you. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. ശരിക്കും അതിനകത്ത് സോ അറ്റ് ലാസ്റ്റ് എന്ന ഒരു വാക്യം എന്ന് വെച്ചാൽ ഒടുവിൽ രാജാവ് കൽപ്പനകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നെബുക്കദ്നെസർ രാജാവിൻ്റെ സമയത്ത് ദാനിയലിൻ്റെ ആ ശുശ്രൂഷ വെളിപ്പെട്ടത്, ദാനിയലിന് സ്വപ്നങ്ങൾ ഗ്രഹിക്കാൻ ഉള്ള ആ കൃപ വെളിപ്പെട്ടത്. അത് കഴിഞ്ഞ് ദാരിയസ് രാജാവിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നില്ല ഒന്നും പ്രത്യേകമായി നടന്നു എന്ന്. പക്ഷേ ദാരിയസ് രാജാവിന് ഡാനിയലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡാനിയൽ നെബുക്കദ്നെസർ രാജാവിൻ്റെ കീഴിലും ദാരിയസ് രാജാവിൻ്റെ കീഴിലും ഖോരേശ് രാജാവിൻ്റെ കീഴിലും അധികാരത്തിൽ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു ദൈവവൃത്യനായിരുന്നു ഡാനിയൽ. അപ്പം ദാരിയസ് രാജാവിൻ്റെ കീഴിൽ നമ്മൾ ബൈബിളിനകത്ത് വായിക്കുമ്പോൾ ഒന്നും വലിയ അത്ഭുതങ്ങൾ ദാനിയലിലൂടെ ദൈവം ചെയ്തതായിട്ടൊന്നും നമ്മൾ വായിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൽപ്പന വന്നത്. അപ്പം വചനം പറയുന്നു, ഒടുവിൽ
അപ്പം ഡാരിയസ് രാജാവിന് ഡാനിയലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വെച്ചാൽ നല്ലൊരു നീതിമാനായിരുന്നു ദാനിയൽ. അങ്ങനെ ദൈവം തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ ഒന്നും എങ്ങും കാണുന്നില്ല. അപ്പം വചനം ഇവിടെ പറയുന്നു, ഒടുവിൽ എന്ന് വെച്ചാൽ പലതും പരിശ്രമിച്ചു ഡാരിയസ് രാജാവ് ദാനിയേൽ സിംഹക്കൂട്ടിൽ ചെന്ന് കിടക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇതൊന്നും നടക്കാതെ വന്നപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ 14-ാം വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, എന്താ അത് 12, 13, 14 വായിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, രാജാവ് ഇവരൊക്കെ വന്ന് പറഞ്ഞ് നുണ വന്ന് കേട്ടപ്പം ദാരിയസ് രാജാവിൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് കലങ്ങിപ്പോയി, ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി. എന്നിട്ട് അവിടെ വ്യക്തമായിട്ട് 14-ാം വാക്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആ ദിവസം മൊത്തം ദാരിയസ് രാജാവ് അന്വേഷിച്ച് നടന്നു, തപ്പി നോക്കി എങ്ങനെയെങ്കിലും ഡാനിയലിനെ ഈ അവസ്ഥയ്ക്കകത്തുനിന്ന് രക്ഷിക്കാൻ പറ്റുമോ. എന്ന് വെച്ചാൽ താൻ തന്നെ ഉണ്ടാക്കിയ നിയമമായത്, താൻ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ മറ്റുള്ളവർ വന്ന് പറഞ്ഞിടാം, മറ്റുള്ളവരുടെ ആലോചന എന്തുവായിരുന്നു എന്ന് ഡാരിയസ് രാജാവിന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ കൽപ്പനയാണ് ദൈവത്തിനെ അല്ലെങ്കിൽ ഡാരിയസിനെ ഒഴിച്ച് ബാക്കി ആരെങ്കിലും പ്രാർത്ഥിക്കുവാണെങ്കിൽ അവരെ സിംഹക്കൂട്ടിനകത്ത് ഇടണമെന്ന്. അപ്പം തിരുവചനം പറയുന്നു, ഡാരിയസ് രാജാവ് അന്വേഷിച്ച് നോക്കി ഏതെങ്കിലും വിധത്തിൽ ഡാനിയലിനെ രക്ഷപ്പെടുത്താമോ എന്ന്. പക്ഷേ ഇതൊന്നും നടന്നില്ല, ഇതൊന്നും പറ്റിയില്ല. പക്ഷേ ഡാനിയലിനോട് ഡാരിയസ് രാജാവ് ഒരു കാര്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. മേ യുവർ ഗോഡ് ഹൂം യു സെർവ് സോ ഫെയ്ത്ത്ഫുള്ളി റെസ്ക്യൂ യു. 16-ാം വാക്യം, നീ ഇങ്ങനെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറയുന്നുണ്ട്. രാത്രി മൊത്തം ഉറക്കമില്ലാതിരുന്ന രാജാവ് അടുത്ത ദിവസം രാവിലെ ചെന്നിട്ട് 19-ാം വാക്യത്തിനകത്ത് അടുത്ത ദിവസം രാവിലെ അപ്പം രാജാവ് ഉറക്കമില്ലാതൊരു പക്ഷേ ഇരുന്നിട്ടുണ്ട് അല്ലേ. എന്നുവെച്ചാൽ വചനം 19-ാം വാക്യം പറയുന്നു, നേരം വെളുത്തപ്പോൾ തന്നെ അടുത്ത ദിവസം രാജാവ് എഴുന്നേറ്റ് ധൃതി വെച്ച് സിംഹക്കൂട്ടിലേക്ക് ഓടിച്ചെന്നു, സിംഹക്കുഴിയുടെ അവിടേക്ക് ഓടിച്ചെന്നു. 20-ാം വാക്യം പറയുന്നു, അവിടെ ചെന്നപ്പോൾ രാജാവ് വിളിച്ചു ചോദിച്ചു, Daniel, servant of the living God, was your God whom you serve so faithfully able to rescue you from the lions? അന്ന് വായിച്ച 20-ാം വാക്യം. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. കണ്ടോ? അപ്പം എന്താ കഴിഞ്ഞാൽ ഡാരിയസ് രാജാവ് അതുവരെയും ഈ ജീവനുള്ള ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഹല്ലിയ. പക്ഷെ അറിയാം ഈ ഡാനിയൽ വിളിക്കുന്ന ദൈവത്തിന് എന്തോ ശക്തിയുണ്ട്. അതാ വന്ന് ചോദിക്കുന്നത്, ഡാനിയലെ, നീ ഇത്ര തീവ്രതയോടെ നീ വിളിക്കുന്ന ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞോ? എനിക്കൊന്നറിയണം. എന്നിട്ട് അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുന്നത് അത്ഭുതങ്ങൾ നടക്കുന്ന, രാജാവ് കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു അത്ഭുതം. ദൈവം ജീവനോടെ ഒരു മനുഷ്യനെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് സൂക്ഷിക്കുന്നത്, ദൂതന്മാരെ ഇറക്കി സിംഹത്തിൻ്റെ വായ അടച്ചു വെച്ച് തൻ്റെ പ്രിയ ദാസന് വേണ്ടി ദൈവം ഇത്ര ശക്തമായി ഇടപെടുന്ന വേറൊരു ദൈവത്തിനെ ഡാരിയസ് രാജാവ് കണ്ടിട്ടില്ല. ഹല്ലിയ. എന്നിട്ട് ഡാരിയസ് രാജാവ് അവിടെ ഒരു പ്രഖ്യാപനം നടത്തുക. 25 തൊട്ടുള്ള വാക്യങ്ങൾക്കകത്ത് നമ്മൾ കാണുന്നു, ഡാരിയസ് രാജാവിന് ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോൾ, യേശുവിൻ്റെ വലുപ്പം തിരിച്ചറിഞ്ഞപ്പോൾ ഡാരിയസ് രാജാവ് അന്ന് യേശുവായിട്ടല്ല പ്രത്യക്ഷപ്പെട്ടത്, യഹോവയായ ദൈവമാണ്. പക്ഷേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ഒന്നാ. ഹല്ലേലൂയ. ഡാരിയസ് രാജാവിന് തിരിച്ചറിഞ്ഞു ഈ യേശുവിൻ്റെ വലുപ്പം. എന്നിട്ട് അവിടെ ഒരു പ്രഖ്യാപനം നടത്തുക. എന്താ പ്രഖ്യാപനം നടത്തുന്നത്? ദാനിയലിൻ്റെ ദൈവം ഇനി എല്ലാവരുടെയും ദൈവമാകണം. ഹല്ലേലൂയ. ഡാനിയൽ വിളിക്കുന്ന ദൈവത്തിൻ്റെ നാമം ഉയരുമ്പോൾ എല്ലാവരുടെയും മുട്ടുകൾ വിറയ്ക്കണം. എന്നിട്ട് അവിടെ പറയുക, ഈ ഒരു ദൈവം മാത്രമേ ഉള്ളൂ ജീവനുള്ള ദൈവം അല്ലേ. 26 തൊട്ട് അങ്ങനെയാ പറയുന്നത്, ഈ ഒരു ദൈവം, ഹി അലോൺ ഇസ് ദ ലിവിങ് ഗോഡ് ആൻഡ് ഹി വിൽ എൻഡ്യൂർ ഫോർ എവർ എന്ന് വെച്ച് 26-ാം വാക്യം രാജാവ് ഉണ്ടാക്കുന്ന പ്രഖ്യാപനം. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്നും ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും. കണ്ടോ? അവൻ മാത്രമേ ഉള്ളൂ ജീവനുള്ള ദൈവം.
എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. ആമേൻ. കണ്ടോ, രാജാവിന് തിരിച്ചറിവുണ്ടായി. ദാനിയേലിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവം, ദാനിയേലിന്റെ ദൈവമാണ് നിത്യനായ ദൈവം, ദാനിയേലിന്റെ ദൈവത്തിന്റെ രാജ്യത്വം ഒരിക്കലും അവസാനിക്കത്തില്ല എന്ന് ഈ അറിവ് രാജാവിൻ്റെ അകത്ത് കയറി. ഹല്ലേലൂയ. അപ്പം ഒരു അത്ഭുതം ദൈവവൃത്യൻ്റെ ജീവിതത്തിനകത്ത് നടന്നപ്പോൾ, ഹല്ലേലൂയ, ഒരു ജാതിയായ രാജാവിൻ്റെ ഉള്ളിനകത്ത് അറിവ് കയറി. ഇതാണ് ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തരം സുവിശേഷം ഉണ്ടായെന്ന്. ഇതുണ്ടായപ്പം ഹല്ലിയ ഞാൻ വിശ്വസിക്കുന്നു ഇതുകൊണ്ടാണ് അതിൻ്റെ തൊട്ടടുത്ത് 28-ാം വാക്യം 27 ഈ സത്യ ദൈവത്തിനെ കുറിച്ചുള്ള യഹോവയായ ദൈവത്തിനെ കുറിച്ചുള്ള മഹത്വം പറയുക. അവനാണ് ജനങ്ങളെ രക്ഷിക്കുന്നതും, അവനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ആകാശത്തിലും ഭൂമിയിലും നടത്തുന്നത് എന്നൊക്കെ പറയുക. എനിക്ക് എൻ്റെ അറിവിൽ എനിക്ക് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു തന്നത് ഇത്. ഹല്ലിയ, ഈ രാജാവിനകത്ത് ഈ സത്യദൈവത്തിനെ, ദാനിയേൽ വിളിക്കുന്ന യേശുവിനെ കുറിച്ച് അറിവുണ്ടായപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ദാനിയേലിന് വർദ്ധിക്കുവാനായിട്ട് കാരണമുണ്ടായി. 28-ാം വാക്യം ഒന്ന് വായിച്ചേ. സോ ഡാനിയേൽ പ്രോസ്പെർഡ്. എന്നാൽ ദാനിയേൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടു. കണ്ടോ, ദാനിയേലിന് വന്ന ശുഭം എങ്ങനെയാ? ദേശത്ത് ദാനിയേൽ ശുഭം അനുഭവിച്ചു. ഹല്ലേലൂയ. താൻ ജോലി ചെയ്തെടുത്ത് താൻ ശുഭം അനുഭവിച്ചു. താൻ ആയിരുന്നിടത്ത് താൻ ശുഭത്തോടെ ജീവിച്ചു. ഹീ പ്രോസ്പേർഡ് എന്ന വചനം പറയുന്നത്. ഈ പ്രോസ്പേർഡ് എന്ന് പറഞ്ഞാൽ അവന് വർധനവുണ്ടായെന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദാനിയേലിന് മാനമുണ്ടായി, ബഹുമാനമുണ്ടായി. ദാനിയേലിൻ്റെ ദൈവം ആരാണെന്ന് ചുറ്റിനുമുള്ളവർ തിരിച്ചറിഞ്ഞപ്പോൾ ഹല്ലിയ ദാനിയേലിനെ ദൈവം മാനിച്ചു. ഹല്ലേലൂയ. അപ്പം എൻ്റെ ചുറ്റിനും നിൽക്കുന്നവർ ഞാൻ ആരാധിക്കുന്ന ദൈവം ആരെന്ന് തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് വർധനവുണ്ടായത്. ഞാൻ ബൈബിളിനകത്ത് നോക്കിയപ്പം ഇത് തന്നെ എല്ലായിടത്തും കണ്ടു. ജോസഫിന് ദൈവം സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ടുള്ള അഭിഷേകം കൊടുത്തു, അല്ലേ? ആ ഫെറവോൻ അതുവരെയും ഈ സത്യദൈവത്തിനെ കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. ഫെറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് ആ ദേശത്തുള്ള സകലമാന ആൾക്കാരും വന്നു. അവിടെ മന്ത്രവാദികൾ വന്നു, എല്ലാ ആൾക്കാരും അവിടെ വന്നു. സകലമാന ആൾക്കാരും അവിടെ വന്നിട്ട് വചനം എഴുതി വച്ചിരിക്കുന്നു. ആർക്കും രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ടുള്ള കൃപയുണ്ടായില്ല. ഒരു മനുഷ്യർക്ക് പോലും ആ രാജാവിൻ്റെ ഫെറവോൻ്റെ ഹൃദയം മനസ്സിലാക്കുവാനോ ഫെറവോൻ പറഞ്ഞ സ്വപ്നം എന്തുവാണെന്നോ തിരിച്ചറിയുവാനായിട്ട് ആർക്കും പറ്റിയില്ല. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 8-ാം വാക്യത്തിനകത്ത് അങ്ങനെ പറയുന്നു, അല്ലേ? അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമാന്മാരും ജ്ഞാനികളും മന്ത്രവാദികളും എല്ലാവരും വന്നു ഫെറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ. പക്ഷെ ആർക്കും പറയാൻ പറ്റിയില്ല ഈ സ്വപ്നം എന്തെന്ന്. ഹല്ലേലൂയ. പക്ഷെയോ സ്തോത്രം, കാരാഗ്രഹത്തിൽ കിടന്ന ജോസഫിനെ ഒരുവൻ പെട്ടെന്നോർത്തു, അയ്യോ ഇവൻ എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചതാണല്ലോ, ഇവനെ ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യാം ഫെറവോന്. അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ അവിടെ നടന്നു. വചനം പറയുന്നു ജോസഫ് അവിടെ വന്നു. ജോസഫ് എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, 41 ഉൽപ്പത്തി 41:16, എനിക്ക് പറ്റത്തില്ല, എൻ്റെ കഴിവിനോ ബുദ്ധിക്കോ ശക്തിക്കോ പറ്റത്തില്ല, പക്ഷേ എൻ്റെ ദൈവത്തിന് ഇത് പറഞ്ഞു തരാൻ സാധിക്കും. കണ്ടോ, ദൈവത്തിൻ്റെ പുറത്തോട്ട് ഇത് ഇട്ടുകൊടുത്തു. ദൈവം ഇത് വ്യാഖ്യാനിച്ച് തരുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ശക്തിയിൽ വ്യാഖ്യാനിച്ചപ്പോൾ ഫെറവോന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഫെറവോൻ പറഞ്ഞു, ഓ ഇതേപോലത്തെ ഒരു ബുദ്ധിമാനെയോ ഇങ്ങനെ അറിവുള്ളവനെയോ, 33-ാം വാക്യം, ഇങ്ങനെ കഴിവുള്ളവനെയോ വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 33 അതിൻ്റെ 41 തൊട്ടുള്ള വാക്യം, അതിൻ്റെ 37 തൊട്ടുള്ള വാക്യം, 37 തൊട്ടുള്ള വാക്യത്തിനകത്ത് നമ്മൾ കാണാൻ പറ്റുന്നു. ഫെറവോൻ ചോദിക്കുക, ഇങ്ങനെ ബുദ്ധിയുള്ളവനെ, ഇങ്ങനെ ദൈവത്തിൻ്റെ
ആത്മാവ് നിറഞ്ഞവനെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹാലലുയ്യ. വിജാതീയനായ ഫെറവോൻ്റെ അകത്ത് അറിവ് കയറി, ഇവൻ്റെ ദൈവമാ സത്യദൈവം, ഇവൻ്റെ ദൈവമാ ജീവനുള്ള ദൈവം, ഇവൻ്റെ അകത്ത് വസിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ്. ഇത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ജോസഫ് വർധനവുണ്ടായി. ഹല്ലിയ. ജോസഫിനെ മാനിച്ചു, ജോസഫിനെ ഉയർത്തി, ജോസഫിനെ അധികാരത്തിലിരുത്തി. കണ്ടോ? ഹല്ലേലൂയ. അപ്പം എൻ്റെ ചുറ്റിനും നിൽക്കുന്നവർക്ക് ദൈവം ആരെന്ന് തിരിച്ചറിയുമ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് വർധനവുണ്ടാവും. ഈജിപ്തിൽ ഫെറവോൻ്റെ അടുത്തൽ ചെന്നിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു അല്ലേ? പക്ഷെ തൻ്റെ ബുദ്ധിമാന്മാർക്കും തൻ്റെ ജ്ഞാനികൾക്കും ചെയ്യാൻ പറ്റാത്ത അത്ഭുതങ്ങൾ മോശയ്ക്ക് ചെയ്യാൻ പറ്റി. അത് കണ്ടപ്പോൾ ഫെറവോൻ എന്ത് ചെയ്തു? ഫെറവോൻ തൻ്റെ ജനത്തിനെ വിട്ടയച്ചു. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിനകത്ത് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ചില അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ വന്നപ്പോൾ 27, 28, 27-ാം അധ്യായത്തിനകത്ത് ആ പട്ടാളക്കാരെല്ലാം എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയായിരുന്നത്. പക്ഷേ ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് എല്ലാവരും രക്ഷപ്പെട്ടു. 28-ാം അധ്യായം വന്നപ്പം പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാവരും മാൾട്ട ദ്വീപിൽ വന്ന് വീണു. എല്ലാവരും അവിടെ വന്നു, ആ ഷിപ്പ്രെക്കിൽ അവിടെ വന്നടിഞ്ഞ് ഈ വചനം പറയുന്നു, പൗലോസിൻ്റെ കയ്യിലാണലി കയറി കടിച്ചു. പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞു. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഹൃദയത്തിനകത്ത് അവരുടെ ഹൃദയം ഒന്ന് മാറി. അവർ തീരുമാനിച്ചു ഇവൻ ദൈവമാ. ഓക്കെ, അത്രയും തീരുമാനിച്ചു, അത്രയും സ്റ്റെപ്പ് വരെയും വന്നു. അപ്പോൾ അവർ ദൈവമഹത്വം കുറച്ച് കണ്ടു. അപ്പോൾ അവർ തീരുമാനിച്ചു. അടുത്ത വാക്യം പറയുന്നു, 7-ാം വാക്യം തൊട്ട് പറയുന്നു, അവിടെ ഒരു പുബ്ലിയസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ഇവരെ വെറും 3 ദിവസത്തേക്കാണ് ഇവരെ സൽക്കരിച്ച്. എന്തിനാ 3 ദിവസത്തേക്ക് സൽക്കരിച്ച്? അത്ഭുതം കണ്ടു. അണലിയെ കുടഞ്ഞു കളഞ്ഞപ്പം അവരുടെ അകത്തൊരു ചിന്തയുണ്ടായി, ഓക്കെ ഇവനെന്നാ ദൈവമാ. അപ്പം ഒരു 3 ദിവസത്തേക്ക് പാർക്കാൻ തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചു. അപ്പോൾ ഒരു മാറ്റം കാണുന്നു. കണ്ടോ? എന്നിട്ടും ഇവരുടെ സത്യദൈവത്തിനെ അറിയാൻ ഇടയായില്ല. 3 ദിവസത്തേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു അത്ഭുതം നടന്നു. പുബ്ലിയോസിൻ്റെ അപ്പൻ സൗഖ്യമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ദേശത്തുള്ള ആൾക്കാരെല്ലാം വന്ന് സൗഖ്യമായി. 10-ാം വാക്യം പറയുന്നു, ഇങ്ങനെ ഇവരെന്ത് ചെയ്തു? ഇതുകൊണ്ട് എന്താണ്? ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുതം അവർ കണ്ടു. ഈ ഭാഗത്തെല്ലാം നമ്മൾ കാണുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം, ജോസഫിൻ്റെ അത്ഭുതം, മോശ കാണിച്ച അത്ഭുതം, ഇവിടെ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് 28-ാം അധ്യായത്തിനകത്ത് പൗലോസ് ചെയ്ത അത്ഭുതം, ഇവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതാണ് കാണുന്നത്. ഹല്ലിയ. ഇവരിലൂടെ ദൈവം പ്രവർത്തിച്ചപ്പോൾ ചുറ്റിനും നിന്ന ജാതികൾ ദൈവത്തിനെ അറിയുവാൻ ഇടയായി. ഹല്ലിയ. സത്യദൈവത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് ഇവർക്ക് കാണാൻ ഇടയായി. ഇവരിലൂടെ ദൈവം ഇവർ പ്രവർത്തിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇവർ തയ്യാറായി നിന്നപ്പോൾ, ദൈവം എന്നിലൂടെ പ്രവർത്തിക്കാൻ ഇവർ തയ്യാറായി നിന്ന് പൗലോസ് കൈവച്ചു. ദാനിയേൽ സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു. മോശ അത്ഭുതം ചെയ്തു. ഇതൊക്കെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഇവരിലൂടെ ദൈവമഹത്വം മറ്റുള്ളവർ കാണാൻ ഇടയായപ്പോൾ ഈ ആൾക്കാർ വർദ്ധിക്കുവാനും ഇടയായി. സ്തോത്രം. 10-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി 28-10 പറയുന്നു, ഇവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഇവരുടെ ഇടയിലെ സകല രോഗികളും സൗഖ്യമായപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്തു? പൗലോസിൻ്റെയും കൂട്ടുകാരുടെയും മേൽ സകല നന്മകളും കൊണ്ട് നിറച്ചു. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. 3 രാത്രി പറഞ്ഞത് 11-ാം വാക്യം പറയുന്നു, 3 മാസം ഹല്ലേലൂയ ആ മാൾട്ട ദ്വീപിൽ പൗലോസും കൂട്ടുകാരും അവിടെ താമസിച്ചു. ഹല്ലേലൂയ. പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും പൗലോസും 3 മാസം അവിടെ ജീവിച്ചു. അവർക്ക് വേണ്ടതെല്ലാം അവിടുത്തെ ജനം കൊടുത്തു. ഹല്ലേലൂയ. വർദ്ധനവ്. സ്തോത്രം. ഇന്ന് വർദ്ധനവ് നടക്കണോ?
എൻ്റെ ചുറ്റിനും നിൽക്കുന്നവർ ഞാൻ ആരാധിക്കുന്ന കർത്താവിനെ കാണണം. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ചുറ്റിനും നിൽക്കുന്നവരെ കാണണം. ഞാൻ വചനം കൊടുക്കുവോ, പ്രാർത്ഥിക്കുവോ, സ്വപ്നം വ്യാഖ്യാനിക്കുവോ, ദൂത് കൈമാറുവോ, പ്രവചിക്കുവോ, ഇതൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഇത് നമ്മളിലൂടെ മറ്റുള്ളവർ കാണുമ്പം അവരെന്ത് കാണും? ദൈവമഹത്വം കാണും. അവർ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വ പ്രവൃത്തികൾ അവർ കാണുമ്പോൾ നമ്മളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. നമ്മളൊന്നും ചെയ്യേണ്ട, ബഹുമാനവും ഉയർച്ചയും നന്മയും മാന്യതകളും നമ്മളുടെ മേൽ വെളിപ്പെടുന്നത് കാണാനിടയാകും. ഹല്ലേലൂയ. ഇന്ന് ഈ തിരിച്ചറിവ് നമ്മളുടെ അകത്ത് കയറിയാൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവിന് വേണ്ടിയുള്ള ഓട്ടം നമ്മൾ നിൽക്കത്തില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറായി നിൽക്കും. നമ്മൾ പറയും, കർത്താവേ ദേ ഞാനുണ്ട് കേട്ടോ അവിടെ പോയി സുവിശേഷം പറയാൻ. കർത്താവേ ഞാനുണ്ട് കേട്ടോ ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ. കർത്താവേ ദേ ഞാനുണ്ട് ആ കുടുംബജീവിതം തകർന്നതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ ഞാനുണ്ട്. നമ്മൾ യേശുവിൻ്റെ കൈയും കാലും കണ്ണും കാതും ഒക്കെയായി തീരും. ഹല്ലേലൂയ. നമ്മളിലൂടെ ജീവനുള്ള യേശുവിനെ മറ്റുള്ളവർ കാണും. ഇതവർ കാണുമ്പോൾ അവരുടെ അകത്ത് തിരിച്ചറിവുണ്ടാകും. ഇവർ വിളിക്കുന്ന ദൈവം സാക്ഷാൽ ദൈവമാണ്, യേശുവല്ലാതെ ദൈവമില്ല. ദാരിയേസ് രാജാവ് പറഞ്ഞതുപോലെ പറയും, ഇവർ വിളിക്കുന്ന ദൈവം ഇനി എൻ്റെ ദൈവം, ഇവർ വിളിക്കുന്ന ദൈവം ഇനി നിങ്ങളുടെ ദൈവം. ഈ തിരിച്ചറിവ് അവരുടെ അകത്തുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വർദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് വർധനവുണ്ടാവണോ? ഇന്ന് ഉയർച്ചയും നന്മയും ഉണ്ടാവണോ? ഹല്ലേലൂയ. ഇന്ന് വിശാലത ഉണ്ടാവണോ ജീവിതത്തിനകത്ത്? കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്നിലൂടെ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർ കാണാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിനെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുമ്പോൾ അവർ വന്ന് ചോദിക്കും, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, എനിക്ക് വേണ്ടി ഒന്ന് അപേക്ഷിക്കാമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, അത് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് വചനം പറയുന്നുണ്ട്, ശിഷ്യന്മാർ ഇറങ്ങിപ്പോയിടത്തെല്ലാം ദൈവം അവർ പറഞ്ഞതെല്ലാം ഉറപ്പിച്ചു. അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ചുറ്റിനും കിടന്ന ആൾക്കാർ വിശ്വസിച്ച് അവർ ഹല്ലേലൂയ യേശുവിൻ്റെ വിശ്വാസത്തിനകത്തേക്ക് കയറി. ഹല്ലേലൂയ. വചനത്തിനോടൊപ്പം അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും. സ്തോത്രം. ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇന്ന് ആഗ്രഹമുള്ളവരൊക്കെ പ്രാർത്ഥിക്കണം. ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നിലൂടെ അനേകര് ക്രിസ്തുവിനെ അറിയുവാൻ ഇടയാകണം. ഹല്ലേലൂയ. ഞാൻ ചെന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, യേശുവിനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കാൻ ഇടയാവണം. ഹല്ലേലൂയ. കർത്താവ് ജീവനുള്ളവനാണെന്ന് അവർ തിരിച്ചറിയണം. ഇതിൻ്റെ ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിനകത്ത് വർധനവുണ്ടാകും. ഹല്ലേലൂയ. ഞാൻ പഠിച്ചു നോക്കിയെടുത്തെല്ലാം അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ്, എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഒരു പട്ടണത്തിൽ പോകുമ്പോൾ നിങ്ങൾ വേറൊരു വസ്ത്രം പോലും നിങ്ങൾ എടുക്കണ്ട, നിങ്ങളുടെ സഞ്ചിക്കകത്ത് ആഹാരമോ പണമോ ഒന്നും നിങ്ങൾ കരുതണ്ട, നിങ്ങളങ്ങ് പോയാൽ മതി. നിങ്ങൾ പോയി നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ പോകുന്നിടത്ത് നിങ്ങൾ പാർക്കണം. കണ്ടോ? അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവരിലൂടെ നടക്കുമ്പോൾ ദൈവം ആരെന്ന് ചുറ്റിനുമുള്ളവർ തിരിച്ചറിയും. അപ്പോൾ അവർ പറയും, ദേ നിങ്ങൾ എങ്ങും പോവണ്ട, ഞങ്ങളുടെ കൂടെ താമസിക്കുക, ഞങ്ങൾ നിങ്ങൾക്കുള്ള ആഹാരവും വസ്ത്രവും എല്ലാം ഞങ്ങൾ തരാം. ഓ ഹല്ലേലൂയ. ഇതൊരു വേറൊരു തലമാണ്. ഹല്ലേലൂയ. യു വോണ്ട് ടു റിസീവ് പ്രോസ്പെരിറ്റി. നിങ്ങൾക്ക് വർധനവ് ലഭിക്കണോ? നിങ്ങൾക്ക് പ്രോസ്പെറസ് ആകണോ? വിശാലത വരണോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ മതി. നിങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുമ്പോൾ ജനം വിശ്വസിക്കും. ഹല്ലേലൂയ. അവർ കർത്താവിലായി തീരും. സ്തോത്രം. നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുവാനും സാധിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വിശാലതയ്ക്കകത്തേക്ക് കർത്താവ് കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. ഇന്ന് വിടുവിക്കപ്പെടണോ? രക്ഷ അനുഭവിക്കണോ? ഉയർച്ച അനുഭവിക്കണോ? പോയി 10 പേരോട് പോയി സുവിശേഷം പറ. യേശു ജീവിക്കുന്നു എന്ന് പറ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വിശാലതയ്ക്കകത്തേക്ക് കൊണ്ടുവരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.